ഒരു ചേച്ചി ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു കഞ്ഞിക്കട പരിചയപ്പെടുത്തി കേട്ടോ. ഇത് നമുക്ക് പണ്ട് ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് അയച്ചിട്ടാണ് ഞാനിത് അറിഞ്ഞത്. അന്ന് വന്ന് നോക്കിയപ്പോൾ ഇത് ഓപ്പൺ അല്ലായിരുന്നു, തുറന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വേറെ വഴിക്ക് പോയി വരുമ്പോൾ ഒന്ന് കണ്ടതാണ്. 12:30 സമയമൊക്കെ ഉണ്ട്. ഇപ്പോൾ കഞ്ഞി ഉണ്ടെങ്കിൽ അത് കുടിച്ചൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ കയറിയപ്പം കഞ്ഞിയിട്ട് അല്ല നെല്ലുത്തേരീൻ്റെ കഞ്ഞിട്ടു. ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ കഞ്ഞി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കപ്പ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി ഒരു മിക്സാണ്. അതാ നമ്മളെ കപ്പുണ്ട്, പയറുണ്ട്, ഉണക്കലുമീനുണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ നമ്മളെ കഞ്ഞിയും, പിന്നെ മീൻ പൊരിച്ച് അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട്. ഞാനൊന്നും വാങ്ങിയിട്ടില്ല. വേണല്ലേ കുറച്ച് ഉപ്പ് വേണം കേട്ടോ. ഉപ്പൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കഞ്ഞിപ്പിടിയിലൊക്കെ ഉപ്പ് കുറച്ചെല്ലാം ഇടുള്ളൂ. നമുക്ക് ആവശ്യമുള്ള അവിടെ ഉണ്ടാവും, എടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, നല്ലൊരു കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമല്ലേ ചൂട് കാലത്ത്. അതേപോലത്തെ തേങ്ങാപ്പാലം എന്ന് വെച്ചാൽ നല്ല നെല്ലുത്തേരീൻ്റെ നല്ല കഞ്ഞി അല്ലേ. ഇതേപോലത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടായാൽ ഒരു സുഖം. അതിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നമ്മൾ മമ്പയർ പുഴുങ്ങിയത് കേട്ടോ. മമ്പയർ പുഴുങ്ങിയതുണ്ട്. പിന്നെ നമ്മളെ ചമ്മന്തി ഇല്ലേ, നമ്മളെ പച്ചമുളകൊക്കെ ഇട്ടുള്ള ഒരു ചമ്മന്തി, അതൊക്കെ ഇട്ടിട്ട് ഇപ്പം ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ചിലപ്പോൾ രാത്രിയൊക്കെ നല്ലൊരു സുഖമല്ലേ. ഒരു കുക്കറിൽ ഇത്തിരി ചെറുപയറൊക്കെ ഇട്ട് അങ്ങോട്ട് മിക്സാക്കി ഒരു ചമ്മന്തി പിടിച്ചാൽ അതേപോലത്തെ അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കപ്പയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കപ്പേനൊന്നും ക്വാണ്ടിറ്റി നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം ഇത് ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞെടുക്കും. ഉച്ച സമയം ആയതുകൊണ്ട് കുറച്ച് മതി പറഞ്ഞാണ്. 50 രൂപയാണ് ഈ ഒരു സെറ്റിന് വരുന്നത്. ഇതിലും കൂടുതലുണ്ടാവാം സ്വാഭാവികമായിട്ടും. ഞാൻ കുറച്ച് മതി പറഞ്ഞതുകൊണ്ട് അത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ പോകുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ കേട്ടോ. അതേപോലെ ഒരു ഉണക്കൽ മീൻ, ഒരു മീൻ പൊരിച്ചതെന്ന് ആഴ്ച ഉണക്കൽ മീനുള്ളതുകൊണ്ട് ഞാൻ അതിലെ മത്തിയൊന്നും വാങ്ങിയിട്ടില്ല. അതിലൂടെ പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മീനുള്ളതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല. കുറച്ച് ചോറും ഉണ്ടാവുമെന്ന് പറഞ്ഞു ചോദിച്ചോണ്ട് ചേച്ചിനോട്. എന്തായാലും മൊത്തത്തിൽ നല്ല പരിപാടി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് വിട്ടേക്കണം. ഇത് നമ്മളെ കോഴിക്കോട് കാക്കൂർ ഭാഗത്താണ്, നമ്മൾ ബാലുശ്ശേരി റോഡിലില്ലേ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ബിരിയാണീൻ്റെ ഷോപ്പിന് ഒരു ഫോട്ടോ ഇട്ട് ഓർമ്മ ഉണ്ടാവും. ഞാൻ ബാലുശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ ഇന്നൊരു 10 റുപ്യേൻ്റെ വെള്ളം കുടിക്കാൻ വിചാരിച്ച് അവിടെ നിർത്തി. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഫോട്ടോ ഇട്ട് ആളൊക്കെ കണ്ട് മനസ്സിലായവർ പറഞ്ഞു, ഫേസ്ബുക്കിൽ കണ്ട് കുറേ പേര് കഴിക്കാൻ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതും കുറേ പേര് ഷെയർ ചെയ്തിരുന്നു. അതേപോലെ ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ച് കുറച്ച് കച്ചവടം കിട്ടിയാൽ നമുക്കൊരു സന്തോഷം. ഇങ്ങനത്തെ ചെറിയ ഷോപ്പുകളൊക്കെ നമുക്കൊരു സപ്പോർട്ട് ചെയ്ത് വിടാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെ കോഴിക്കോട് കാക്കൂർ ഭാഗത്ത് കേട്ടോ. ഞാൻ റോഡ് ഞാൻ കറക്റ്റ് വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് വിട്ടേക്കിട്ടോ. ചെറിയൊരു കഞ്ഞി ഷോപ്പ്. അപ്പോൾ ഇത് കറക്റ്റ് വരാം നമ്മൾ കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ. നമ്മളെ കാക്കൂർ ആ റോഡാണിത്. അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, മരുതാട് ബസ് സ്റ്റോപ്പ്. നമ്മൾ 10-ാം മൈൽ അതിന് തൊട്ടടുത്ത് തന്നെ.